ഹായ് ഡിയേഴ്സ്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താ, മാന്തൾ മുളകിട്ടത്. എല്ലാവരും മാന്തൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയുകയാണേ അവർ പാൽക്കറിയാണ് വെക്കലെന്നും, അതായത് നാളേരെ പാല് പിഴിഞ്ഞിട്ട്. അപ്പം നമുക്ക് എന്താ ഒന്ന് മുളകിട്ട് കാണിച്ചു കൊടുത്താലോ. അപ്പം മുളകിടാൻ എന്താ ആദ്യം വേണ്ടത് നമ്മുടെ മാന്തൾ തന്നെ. പിന്നെ സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, പിന്നെന്താ പുളി വെള്ളത്തിൽ, ഞാൻ വാളംപുളിയാണ് ഉപയോഗിക്കുന്നത്, വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചട്ടി വയ്ക്കുക, നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് നല്ല പോലെ അങ്ങോട്ട് ചൂടാകുമ്പോൾ നമുക്ക് ആദ്യം കടുകിട്ട് പൊട്ടിക്കാം. എൻ്റെ ചട്ടിക്ക് നല്ല കട്ടി കൂടുതലായതുകൊണ്ട് പതുക്കനെ ഇതൊക്കെ പൊട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ കൂടെ തന്നെ ഉലുവയും കൂടി ഇടാം, അപ്പോൾ ഒരു കയ്പ്പ് രസമൊക്കെ കിട്ടും. അങ്ങനെ ഉലുവയും കൂടെ രണ്ടും കടുക് ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, അത്രയും സാധനങ്ങൾ നമ്മൾ ഇട്ടിട്ട് അത് കഴിഞ്ഞ് ഉപ്പും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഒരു സ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് അവിടെ ഇരുന്ന് ഒന്ന് ഇതാവുമ്പോഴേക്കും നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ സവാള വേണ്ടാന്നുള്ളവർക്ക് ചുവന്നുള്ളി യൂസ് ചെയ്യാം കേട്ടോ. ഇച്ചിരി മടിയായതുകൊണ്ട് നമ്മൾ ചുവന്നുള്ളിക്ക് വരാൻ സവാള ആക്കിയെന്നുള്ളൂ, കുറച്ച് മടിയാണ്. അപ്പം കുറച്ചധികം വേണമല്ലോ ഇതിക്ക്. അപ്പോൾ ഒരു സവാളയുടെ ഞാൻ ഹാഫാണ് എടുത്തത്. പിന്നെ തക്കാളി ആണെങ്കിൽ ഒരു 1.5 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു, വലിയ തക്കാളിയല്ല, അപ്പോൾ 1.5 തക്കാളിയോളം എടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് നല്ല പോലെ അങ്ങോട്ട് ഉടയട്ടായി, ഉപ്പൊക്കെ ഇതായി നല്ല പോലെ ഒന്ന് ഉടഞ്ഞോളും. ചില കറികളിൽ ഞാൻ വേപ്പിലിടില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് വീഡിയോ കണ്ടിട്ട് നീ എന്താ വേപ്പിലിടാത്തതെന്ന്. കാരണം ഒന്നല്ല, വേപ്പിലെടുക്കാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ മടി, അത് വെള്ളത്തിലിട്ട് വയ്ക്കണം. അങ്ങനെ ചില മടിയൊക്കെ വരുമ്പോൾ വേപ്പിലൊക്കെ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും. അതാണ് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ഇടുന്ന പോലെ വേപ്പിലൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നേരം കൊണ്ട് തന്നെ മുളക് പൊടി ഇട്ട്, മഞ്ഞൾപ്പൊടി ഇട്ട്, പിന്നെ മല്ലിപ്പൊടി, അതായത് മുളക് പൊടി നമ്മുടെ എരിവിനും കളറിനനുസരിച്ച് ഇട്ടോ കേട്ടോ. മറ്റേ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ടോ. ഇവിടെ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എരിവുള്ള മുളകും ആയതുകൊണ്ടാണ് ഇത് മാത്രം ഇട്ടത്, 2 ടേബിൾ സ്പൂണ്. പിന്നെ കുറച്ച് കളറിന് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഒരു ഇതിന് വേണ്ടി ഇട്ട്, ദഹനത്തിനൊക്കെ നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് എന്താ നമ്മൾ എടുത്തു വെച്ചിരിക്കാനായ പുളിവെള്ളം ഒഴിച്ച്, പിന്നെ ആവശ്യത്തിന് എന്തോരം വെള്ളം വേണോ ആ വെള്ളം ഒഴിച്ച്, അത് കഴിഞ്ഞ് നമ്മളെന്ത് ഏറ്റവും അവസാനം നല്ല തിളയൊക്കെ വരുമ്പോൾ നമ്മൾ മാന്തൾ ഇട്ടാൽ മതിയിട്ട്. ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ മാന്തൾ ഇട്ടാൽ മതി. കാരണം എന്ന് വെച്ചാൽ മാന്തൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകുമല്ലോ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ഇട്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു നുള്ളു ഉപ്പ്, പഞ്ചസാരയും കൂടി ഇട്ടു, ഉപ്പ് നേരത്തെ ഇട്ടല്ല. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട്. ഇതാരെന്ന് നോക്കിയാൽ ടെസ്റ്റ് ചെയ്യണ ആൾ, ഇച്ചിപ്പെണ്ണ് ടെസ്റ്റ് ചെയ്യണതാണ് കേട്ടോ മീൻകറി. അവിടെ ഹായ് പറയണതാണ്. എന്നിട്ട് വീണ്ടും കൈ നീട്ടി വരും ആൾക്ക്. ഞാൻ ഇങ്ങനെ കൈമേൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യണ കാണുമ്പോൾ അപ്പം വരും ആൾ ടെസ്റ്റ് ചെയ്യാനായിട്ട്. എന്ത് എരിവുള്ളതായിക്കോട്ടെ, എന്ത് ചൂടുള്ളതായിക്കോട്ടെ അപ്പം വരും. അപ്പോൾ നമ്മൾ ഊതിയത് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളത് ടേസ്റ്റ് ചെയ്യും. ആ ടേസ്റ്റ് ചെയ്യാനാണ് കണ്ടത്. അങ്ങനെ നമ്മുടെ നല്ല മുളകിട്ട, നമ്മുടെ ഇതിൽ കളർ കുറവായിരിക്കും, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെളിച്ചത്തിരി കുറവാണ്. പിന്നെ ആണെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ അല്ലല്ലോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളി മീൻ കറി റെഡി. ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ, സൂപ്പറാണ്.